ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. CUET UG 2023 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മോഡ് ഓഫ് 7 p+15 അതുപോലെ തന്നെ 11 26 അതുപോലെ തന്നെ 11 26 ഈസ് 26. അപ്പൊ രണ്ടു വട്ടം 11ഉം അതുപോലെ തന്നെ 26ഉം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദി മീൻ ഓഫ് 7 13 2p 14 18 and 22. അപ്പൊ ഇവിടെ മോഡ് പറയുന്നത് എത്രയാ? 26 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. മോഡ് 26 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നതല്ലേ. ഇവിടെ 26 രണ്ടെണ്ണം ഉണ്ട്, അതുപോലെ തന്നെ 11 രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടേമും എന്തെന്നെ ആയിരിക്കണം? 26 ആയിരിക്കണം. എന്നാൽ മാത്രമേ 26 കൂടുതൽ തവണ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. p+15 is equal to 26, p is equal to ഓൾമോസ്റ്റ് എത്ര വരും? 11 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കാണാൻ വേണ്ടി പറ്റില്ലേ? ജസ്റ്റ് നോക്കാം. 7 + 13 എത്രയാണ്? 20 ആണ്. ഓക്കെ, 20 വന്നു. 2p എന്ന് പറയുന്നത് 22 അല്ലെ. 2 × 11 22 ആണ്. നെക്സ്റ്റ് 14 വന്നു, 18 വന്നു, 22. ഓക്കെ, 20 40 50 60 70 80. ഓക്കെ, 80 പ്ലസ് 2 + 4 എത്രയാണ്? 6 ആണ്. 6 + 8 എന്ന് പറയുന്നത് 6 + 8 14 ആണ്. ഇവിടെ 16 വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 5 6. ഓക്കെ, ഡിവൈഡ് ബൈ 6. 96 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 16 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യൂബ് ഓഫ് 0.12? അതായത് നമുക്ക് ആദ്യം 12ന്റെ ക്യൂബ് എത്രയാണ് കാണാം. 12ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ് അല്ലെ. നമുക്ക് 0.12 എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തവണയും 0.12 മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് മീൻസ് 1 2 3 4 5 6 6 പോയിന്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഡെസിമൽ ഇടാനായിട്ട്. ഇപ്പോ 1 2 3 4 അപ്പൊ അടുത്തൊരു 0 ഇട്ട് കൊടുക്കുക, വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ പോയിന്റ് ഇടാം. നോക്കാം. 1 2 3 4 5 6 6 പോയിന്റ് എന്തുണ്ട്? ഡെസിമലിന്റെ ശേഷം വരുന്നുണ്ട്. ആ രീതിയിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് x/2 minus 4 into 15/2 minus x/3 whole divided by 3 is equal to minus x divided by 18. അങ്ങനെയാണെങ്കിൽ what is the value of x എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ റീറൈറ്റ് ചെയ്യുന്നുണ്ട്. x divided by 2 minus 4 into 15 divided by 2 minus x divided by 3 whole divided by 3 is equal to minus x by 18. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വോൾ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഞാൻ 18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇവിടെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 18 ഇവിടെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇവിടെയും 18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 18 ക്യാൻസൽ ആയി പോകും. ഈ 18 ക്യാൻസൽ ആയി പോകുന്ന സമയത്ത് 18 ഡിവൈഡ് ബൈ 2 9 ആണ്. ജസ്റ്റ് നോക്കാം. 9x മൈനസ് ഇവിടെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു 18ഉം അതുപോലെ തന്നെ 3ഉം കട്ടാവും. 6 ആണ്. 6 into 4 എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, 24 into 15 divided by 2 minus x divided by 3 is equal to minus x. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഈ ഒരു ഇക്വേഷനെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ചെയ്യാം. 9x മൈനസ് ഓക്കെ 24ഉം ഈ രണ്ടും ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ 24ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ഇവിടെ 12 വരും. അതുപോലെ തന്നെ 24ഉം 3ഉം ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 വരും. അപ്പൊ ജസ്റ്റ് നോക്കാം. 12 into 15 മൈനസ് ഇവിടെ 8x വരും. 8x is equal to minus x. അങ്ങനെയാണെങ്കിൽ 9 minus 8 1 ആണ് വരിക. 1x. ഓക്കെ, x minus 12 into 15 10 into 15 എന്ന് പറയുന്നത് 150 ആണ്. അതിലേക്ക് ഒരു 2 into 15 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 180 വരും. is equal to minus x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. x/2 minus 4 into 15 divided by 2 minus x/3 whole divided by 3 is equal to minus x/18. ഓക്കെ, അപ്പോ ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് x divided by 2 minus 4 into 15 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 60 divided by 2 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലെ. അപ്പോ 30 minus 4 into x എന്ന് പറയുന്നത് എത്രയാണ്? 4 into x എന്ന് പറയുന്നത് എത്രയാണ്? 4x ആണ്. 4x divided by 3 whole divided by 3 is equal to minus x divided by 18. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ടേമിനെ ഈ ഒരു ഹോൾ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ജസ്റ്റ് നോക്കിക്കോ. x/2 ഈ ഒരു മൈനസ് x/18 ഉള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് x/18 ആവും. പ്ലസ് x/18 ഈസ് ഈക്വൽ ടു ജസ്റ്റ് എന്താവും? 30 minus 4x divided by 3 whole divided by
3. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, താഴെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തിനാണ്, എനിക്ക് ഇവിടെ 18 ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 9x പ്ലസ് എക്സ് എന്ന് പറയുന്നത് 10x ആണ്. 10x ഡിവൈഡഡ് ബൈ 18 ഈസ് ഈക്വൽ ടു 30 മൈനസ് 4x ഡിവൈഡഡ് ബൈ 3 വന്നു. ഓക്കെ, പിന്നെ ഒരു ഹോൾ ഡിവൈഡഡ് ബൈ 3 കൂടി ബാക്കിയുണ്ട്. അപ്പൊ 3യും അതുപോലെ തന്നെ 18 ഞാൻ കട്ട് ചെയ്ത് ഇവിടെ 6 വന്നു. അപ്പോ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. 6 അതുപോലെ തന്നെ 10 കട്ട് ചെയ്യുന്ന സമയത്ത് 5 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പോ 5x is equal to 90 മൈനസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മുകളിലും അതുപോലെ തന്നെ താഴെയുള്ള 3 എന്താവും, കട്ടായി പോകും, ബാക്കി 4x തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 9x is equal to 90, x is equal to 10 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഓൾ 2-digit numbers which leave a remainder 2 when they are divided by 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 റിമൈൻഡർ വരുന്ന രീതിയിലുള്ള എല്ലാ 2-digit നമ്പേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ സമ്മ് എങ്ങനെയായിരിക്കുന്നത്. അപ്പൊ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അവിടെ ഫോം ചെയ്യാം. ഏറ്റവും ചെറിയ 2-digit നമ്പർ ഏതാ, 10 ആണ്. പക്ഷെ 10 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 ആണ് റിമൈൻഡർ വരിക. അപ്പോ 4 റിമൈൻഡർ അല്ല, നമുക്ക് 2 റിമൈൻഡർ വരണം. ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ടേം വരിക 14 ആണ് അല്ലെ. 14 വന്നു. അടുത്തൊരു ടേം ഏത് വന്നു, 20 വന്നു. നെക്സ്റ്റ് അങ്ങനെ പോയി നെക്സ്റ്റ് 50 വരും, നെക്സ്റ്റ് 50 വരും, 80 വരും, നെക്സ്റ്റ് 86, 92, 98 ആയിരിക്കും ലാസ്റ്റ് ടേം ആയിട്ട് വരുന്നുണ്ടാവുക. ഇങ്ങനെയാണെങ്കിൽ 98 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നുള്ളത് ആദ്യം നോക്കാം. a പ്ലസ് അല്ലെ 14 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്, ഇവിടെ 6 ആണ്, ഈസ് ഈക്വൽ ടു 98. അങ്ങനെയാണെങ്കിൽ 6n - 6 ഈസ് ഈക്വൽ ടു ഇവിടെ 14 കുറക്കുക, ദാറ്റ് മീൻസ് 84 ആണ്. അങ്ങനെയാണെങ്കിൽ 6n ഈസ് ഈക്വൽ ടു 90, n ഈസ് ഈക്വൽ ടു 15 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സമ്മിന്റെ ഇക്വേഷൻ കൊടുക്കുക. n/2 ഇൻറ്റു x1 പ്ലസ് xn, n/2 15/2 ഇൻറ്റു x1 14 പ്ലസ് xn എത്രയാണ്, 98 ആണ്. അപ്പൊ ഇവിടെ 15 ഇൻറ്റു 7 പ്ലസ് 14 9 വന്നു. ദാറ്റ് മീൻസ് 15 ഇൻറ്റു 56 വന്നു. അപ്പൊ 560 പ്ലസ് 280 വന്നു അല്ലെ. 560 പ്ലസ് 280 വന്നു. അപ്പൊ 700ഉം 780ഉം 840 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് p ഫോർ വിച്ച് ദ പോയിന്റ്സ് -2 5, -5 -10 ആൻഡ് p -13 ആർ കോലീനിയർ. അപ്പൊ കോലീനിയർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സ്ലോപ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്ലോപ്പ് എടുക്കാം. y2 - y1 ബൈ x2 - x1 എന്നാണ്. അപ്പൊ y2 -10 മൈനസ് y1 എത്രയാണ്, 5 ആണ്, ഡിവൈഡ് ബൈ x2 -5 മൈനസ് ഇവിടെ x1 എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ രണ്ട് മൈനസ് അത് പ്ലസ് ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം, -13 -10 ഡിവൈഡഡ് ബൈ p -5 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, -10 -5 എന്ന് പറയുന്നത് -15 ആണ്, ഡിവൈഡഡ് ബൈ -5, ഈ രണ്ട് മൈനസ് കൂടി എന്തായി മാറും, പ്ലസ് ആയി മാറും. -5 പ്ലസ് 2 എന്ന് പറയുന്നത് -3 ആണ് വരിക. ഈസ് ഈക്വൽ ടു -13, ഈ രണ്ട് മൈനസ് കൂടി എന്താവും, പ്ലസ് ആവും. ഇവിടെയും ഈ രണ്ട് മൈനസ് കൂടി പ്ലസ് ആവും. -13 പ്ലസ് 10 എന്ന് പറയുന്നത് -3 ആണ്, ഡിവൈഡഡ് ബൈ p +5 വരും. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മൈനസ് ഉണ്ടാവും, ക്യാൻസൽ ആയിട്ട് പോവും. 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 5 ആണ്. 5 ഈസ് ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ p +5. അപ്പോ ഈ ഒരു p +5 എങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5p + 25 ഈസ് ഈക്വൽ ടു -3. 5p ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് -28 വരും. p ഈസ് ഈക്വൽ ടു -28 ഡിവൈഡഡ് ബൈ 5. -28 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. Next question, a 120 meter long train is running at a speed of 90 km/h. It will cross 230 meter long platform in how much time ആണ് അവിടെ ചോദിക്കുന്നത്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്നുള്ളൂ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ ഇവിടെ സ്പീഡ് കൊടുത്തിട്ടുള്ളത് എത്രയിലാണ്, km/h. അതിന് ഞാൻ എന്താണ് m/s മാറ്റാണ്. 90 × 5/18 കൊണ്ട് എന്ത് ചെയ്താൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യുന്ന സമയത്ത് 5 വന്നു, 25 m/s വന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ സ്പീഡ് എനിക്കറിയാം എത്രയാണ്, 25 ആണ്. 25 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഇവിടെ ട്രെയിനിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും രണ്ടും കൂടി ആഡ് ചെയ്യണം. 120 + 230 എത്രയാണ്, 350 ഡിവൈഡഡ് ബൈ ടൈം ആണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു
350 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 നോക്കുന്ന സമയത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 വന്നു, ഇവിടെ 35 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 7 വന്നു. അപ്പൊ 70 ഡിവൈഡഡ് ബൈ 5 അല്ലാന്നുണ്ടെങ്കിൽ 140 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 14 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട്, 14 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോയ് ഈസ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 1 km. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 1 km ആണ്. സ്പീഡ് എന്ന് പറയുന്നത് p ആണ്. ഓക്കെ, ബട്ട് ഡ്യൂ ടു സ്ലിപ്പറി ഗ്രൗണ്ട് ഹിസ് സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ q km. അപ്പൊ p യിൽ നിന്ന് ഒരു q km/h അദ്ദേഹം റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇപ്പോഴത്തെ സ്പീഡ് എന്തായിരിക്കും? ഇപ്പോഴത്തെ സ്പീഡ് p മൈനസ് q ആയിരിക്കും ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ടേക്സ് r hours, ടൈം ഈസ് ഈക്വൽ ടു r hours ആണ് ടു കവർ ദ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്, km/h അവിടെ സ്പീഡ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ടൈം ഹവറിലാണ് തന്നിട്ടുള്ളത്. ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്, km/h എന്നുള്ള രീതിയിൽ തന്നെയാണ്, മീറ്റർ ഇല്ല, സെക്കൻഡ് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന കാര്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ ഈസ് ട്രൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്പീഡ് എന്താണ്? p മൈനസ് q ആണ് അല്ലെ. p ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്പീഡ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് സ്ലിപ്പറി ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം q km/h റെഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് p മൈനസ് q ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 1 ആണ്, ഡിവൈഡഡ് ബൈ ടൈം r ആണ്. അപ്പൊ p മൈനസ് q ഈസ് ഈക്വൽ ടു 1/r. ഈ ഒരു ഇക്വേഷൻ ആണല്ലോ 1/r ഈസ് ഈക്വൽ ടു p മൈനസ് q ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ഹിസ് മന്ത്ലി ഇൻകം എ മാൻ സ്പെൻഡ് 50% ഓൺ ഹൗസ്ഹോൾഡ് ഐറ്റം, 23% on traveling and children education, and 15% on bank EMI, and serves the remaining 6,000. അങ്ങനെയാണെങ്കിൽ what is his monthly income? ജസ്റ്റ് നോക്കാം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ടാവുക? 100% ഉണ്ടാവുക, 100% അല്ലെ. ഈ എക്സ്പെൻഡിച്ചർ എത്ര പെർസെന്റേജ് നോക്കാം? 50% പ്ലസ് 23, ഏകദേശം 73 ആയി. 73 പ്ലസ് 15 78 88%. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി 12% അദ്ദേഹത്തിന്റെ സേവിങ്സ് ആണ്, 12% അദ്ദേഹത്തിന്റെ സേവിങ്സ് ആണ്. ജസ്റ്റ് നോക്കാം, 12/100 ഓഫ് അദ്ദേഹത്തിന്റെ ഇൻകം ഈസ് ഈക്വൽ ടു 6000. അപ്പൊ ഈ ഒരു 12 ഞാൻ കട്ട് ചെയ്തു, 60 കട്ട് ചെയ്തു, എത്ര വരിക? 5 ആണ് വരിക. ഇൻകം ഈസ് ഈക്വൽ ടു 50,000 ആണല്ലോ. ഓപ്ഷൻ 4 ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം, ഇഫ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%. ഒരു സ്ഫിയറിന്റെ റേഡിയസ് 10% ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ then its volume will increase by, വോളിയം എത്ര ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നോർമൽ ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r³ ആണ്. അതെന്തായിട്ട് മാറാണെന്ന് പറയുന്നത് 4/3 pi ഇൻറ്റു റേഡിയസ് എന്തായിട്ട് മാറാണ് 11/10 r അല്ലെ, 10% ഇൻക്രീസ് ചെയ്യാണ്. അപ്പോ എന്തായിട്ട് മാറും? 4/3 pi ഇൻറ്റു 11ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. അതുപോലെ തന്നെ 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്, r³. ഓക്കെ, അപ്പോ ഇവിടെ 1331 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3 pi r³ ഇൻറ്റു 1.331 ആണ്. ദാറ്റ് മീൻസ് അവിടെ ഓൾമോസ്റ്റ് ഒരു 0.331 ഇൻക്രീസ് അവിടെ വരുന്നുണ്ട് അല്ലെ. 1 ഇൻറ്റു r³ തന്നെ r³ തന്നെ അല്ലെ. അതായത് അവിടെ ഇൻക്രീസ് വരുന്നത് എത്രയാണ്? ഒരു 0.331 r³ ഇൻക്രീസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 0.331 എന്ന് പറയുമ്പോൾ അത് എത്ര പെർസെന്റേജ് ആണ്? 33.1% ഇൻക്രീസ് ആണ് തീർച്ചയായിട്ടും അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the difference between simple interest and compound interest on a certain sum of money for 3 years at 10% per annum is ₹62. The sum is. So ഇത് 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് കണ്ടെത്താൻ ചോദിക്കുന്നത് അടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. നോർമൽ നമ്മളെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം പിടിക്കും. അതില്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇക്വേഷൻ ഇതാണ്, 3p(r² divided by 100² plus p into r/100³ is equal to ആ ഒരു ഡിഫറൻസ് എമൗണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറൻസ് എമൗണ്ട് 62 ആണ്, ഈക്വൽ ടു 3 into p into r². എത്രയാണ്? r എന്ന് പറയുന്നത് 10 ആണ്, 10%. 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 100 ഡിവൈഡ് ബൈ 100ന്റെ സ്ക്വയർ 100, 20 കൂടി വീണ്ടും കൊടുക്കുക, ഇൻറ്റു p into r³. ഓക്കെ, r³ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 ആണ് 6 വരുന്നത്. അപ്പൊ ഈ 2 സീറോസും കട്ട് ചെയ്യാം. 1ന്റെ ക്യൂബ് 1 തന്നെയാണ്, ഡിവൈഡ് ബൈ 10ന്റെ ക്യൂബ് 1000 ആണ്, ഈക്വൽ ടു ഡിഫറൻസ് തുക എത്രയാണ്? ഡിഫറൻസ് തുക നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ 2 സീറോ കട്ട് ചെയ്തു, ഈ 2 സീറോ കട്ട് ചെയ്തു, ബാക്കി എന്താ വരിക? 62 is equal to 3p divided by 100 plus p divided by 1000. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടേക്ക് 1000 ആണ്, ഇവിടെ 1000 ആക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, 62 into 1000. ഓക്കെ, ഈ ഒരു 1000 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഈസ് ഈക്വൽ ടു 3 into 10 30p
പ്ലസ് പി ഈക്വൽ ടു 31p is equal to 62,000. 31 ഉം 62 ഞാൻ കട്ട് ചെയ്തു. എത്ര വന്നു? p is equal to 2000 രൂപ എന്നുള്ള ആൻസറിലേക്ക് ഞാൻ അവിടെ നിന്നെത്തി. അപ്പൊ ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.